വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ പാർലറിലൊന്നും പോകാതെ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ഫേസ് നല്ലപോലെ നിറം വെക്കാനും ഫേസിലെ പാടുകളൊക്കെ ഒന്ന് നല്ലപോലെ ഫെയ്ഡ് ആവാനും പിന്നെ ഫേസിൽ ഉണ്ടായിട്ടുള്ള കറുത്ത കുത്തുകളാണെങ്കിലും കറുത്ത പാടുകളാണെങ്കിലും ഇതൊക്കെ പോയിട്ട് നമ്മുടെ ഫേസ് നല്ലപോലെ നിറം വെക്കാനും നല്ല ഗ്ലോ ആവാനും അതുപോലെ നല്ല ബ്രൈറ്റ് ആവാനും സഹായിക്കണ ഒരു പൊട്ടാറ്റോ വെച്ചിട്ടുള്ളൊരു ഫേഷ്യലാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ രണ്ട് സ്റ്റെപ്പായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഒരു സ്ക്രബും പിന്നെ നമ്മളൊരു ഫേസ് പാക്കാണ് ഈ ഒരു ഫേഷ്യൽ നമ്മൾ ചെയ്യാൻ പോണത്. ഈ ഒരു ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടാൻ പോണത്. പിന്നെ ഈ ഒരു ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് അധികം ചിലവൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള തന്നെയുള്ള ഒരു 3-4 ഇൻഗ്രീഡിയൻസ് മാത്രം മതിയിട്ട് നമുക്ക് ഈ ഒരു ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളിയാണ്. അപ്പൊ റിസൾട്ട് ആണെങ്കിൽ അത്രയ്ക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടാൻ പോണത്. അപ്പൊ ഈ ഒരു പാക്ക് നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത്, അപ്പൊ ഈ ഒരു ഫേഷ്യൽ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് കണ്ടാലോ. ഈ ഫേഷ്യൽ ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇത് കഷ്ണങ്ങളാക്കി മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങ് ഞാനിപ്പം തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ സ്മൂത്തായിട്ട് വേണ്ടിട്ട് അരച്ചെടുക്കാൻ. അപ്പം അതിന് തന്നെ നമുക്കൊരു സ്ക്രബ് തയ്യാറാക്കാം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് അരച്ചത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 സ്പൂൺ ഉരുളക്കിഴങ്ങ് അടിച്ചത് ഞാൻ ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് അരിപ്പൊടിയാണ്. കുറച്ച് തരിയുള്ള അരിപ്പൊടി ആട്ടാ നമ്മൾ ഇത് ഫേസിൽ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പം അതിൽ നിന്ന് ഒരു സ്പൂൺ ഞാൻ ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് തക്കാളി അടിച്ചാട്ടാ ചേർത്ത് കൊടുക്കണം. ഇപ്പം നാരങ്ങയുടെ നീര് അലർജി ഇല്ലെങ്കിൽ അത് ചേർത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് തക്കാളിയുടെ നീര് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ ഫേസ് ഫുള്ളായിട്ട് ഡ്രൈ ആക്കിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ക്രബ് ചെയ്യാനോ പോകണം. അപ്പോൾ നമ്മൾ ഡ്രൈ ഫേസിൽ ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ ഫേസ് റെഡ്നെസ് വരാനും അതുപോലെ തന്നെ ഇറിറ്റേഷൻ വരാനും ഫേസ് ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ വെറ്റായിട്ടുള്ള ഫേസിൽ തന്നെ സ്ക്രബ് ചെയ്യാൻ നോക്കട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്ക്രബ് ചെയ്യാൻ എടുക്കുമ്പോൾ കുറച്ച് തരിയുള്ള അരിപ്പൊടി തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ അന്ന് മാത്രമേ നമുക്കൊരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടുക. അതുപോലെ പിന്നെ നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ സർക്കുലർ മോഷനാണ് കേട്ടോ സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ. ഇതുപോലെ എല്ലാ ഭാഗത്തും നമ്മൾ ഇതുപോലെ തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ചുണ്ടിന്റെ അടിയിലാണെങ്കിലും മൂക്കിന്റെ സൈഡിലാണെങ്കിലും നമ്മൾ ഒന്ന് നല്ലോണം സ്ക്രബ് ചെയ്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്താണ് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കൂടുതൽ വരിക. അപ്പം അതൊന്ന് പ്രിവെന്റ് ചെയ്യാനും അതൊക്കെ ഒന്ന് മാറാനും ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ നല്ലോണം സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ ഇതുപോലെ തന്നെ ഒരു 5 മിനിറ്റ് നേരം സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ മോക്കുരുണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് അവോയ്ഡ് ചെയ്യാം. അതെന്താന്ന് വെച്ചാൽ അപ്പോൾ മോക്കുരു പൊട്ടിയിട്ട് ബാക്കിയുള്ള സൈഡിലേക്ക് അത് സ്പ്രെഡ് ആവാനും നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളൊന്ന് കഴുത്തിൽ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കേണ്ടത് നല്ലതാണ് കേട്ടോ. ഈ സ്ക്രബ് ഇപ്പൊ നമ്മൾ വാഷ് ചെയ്ത് കളയേണ്ട. ഫേസ് പാക്ക് തയ്യാറാക്കി കഴിയണവരെ നമ്മുടെ ഫേസിൽ ഇരിക്കട്ടെ. റിസൾട്ട് കിട്ടാൻ ഇത് അപ്പൊ അത്രയും റിസൾട്ട് കിട്ടാൻ ഇത് നമ്മുടെ മുഖത്തിരിക്കേണ്ടത് നല്ലതാട്ടോ. അപ്പൊ നമുക്ക് ഈ പാക്ക് എങ്ങനെ തയ്യാറാക്കേണ്ടത് നോക്കിയിട്ട് കേട്ടോ. അപ്പൊ ഈ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അരച്ചു വെച്ച പൊട്ടാറ്റോന്ന് ഞാൻ 2 സ്പൂൺ ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് അടുത്തതായിട്ട് ഞാൻ ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കടലമാവ് ആട്ടോ. 1 സ്പൂൺ കടലമാവ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഫേസ് നല്ലപോലെ ക്ലെൻസ് ചെയ്യാനും പിന്നെ നമ്മുടെ ഫേസിലത്തെ എണ്ണമയം കളയാനും ഫേസിലെ മോക്കുരു വരുന്നത് കുറയ്ക്കാനും കടലമാവ് നല്ലതാട്ടോ. ഈ ഒരു പാക്കിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേനാണ്. നമ്മുടെ ഫേസ് നല്ലപോലെ മോയ്സ്ചറായിട്ട് വയ്ക്കാനും ഫേസിലുണ്ടായിട്ടുള്ള കറുത്ത പാടായാലും കറുത്ത കുത്തായാലും ഇതൊക്കെ ഫെയ്ഡ് ആവാനും ഫേസ് നല്ലപോലെ നിറം വയ്ക്കാനും തേൻ നല്ലതാട്ടോ. അപ്പോൾ 1 സ്പൂൺ തേൻ ഞാൻ ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ തക്കാളി അരച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നാരങ്ങാനീര് അലർജി ഇല്ലാത്തവർക്ക് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ തക്കാളി ആട്ടാ യൂസ് ചെയ്യണം. അപ്പൊ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ മുഖം ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പൊ ഞാൻ മുഖം വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് പാക്ക് അപ്ലൈ കൊടുക്കാം. ഇപ്പോൾ പൊട്ടാറ്റോനെ കുറിച്ച് പറയുകയാണെങ്കിൽ പൊട്ടാറ്റോ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ഫേസിനൊരു ഗ്ലോ തരാനും ഫേസിലെ പാടുകളൊക്കെ നല്ല പെട്ടെന്ന് തന്നെ ഫെയ്ഡ് ആവാനും
നമുക്ക് പൊട്ടാറ്റോ നല്ലതാട്ടാ. പിന്നെ അത് മാത്രമല്ല നമ്മുടെ മുഖത്തിന് നല്ല നിറം തരാനും പിന്നെ കണ്ണിന്റെ അടിയിൽ കറുപ്പ് മാറാനും പൊട്ടാറ്റോയുടെ നീര് നല്ലതാട്ടാ. അപ്പൊ ഞാൻ എന്റെ ഫേസിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 10-20 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് തരാം കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയേണ്ട ഒരു കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ഫേസിലുണ്ടായ ആ ഒരു ചേഞ്ച്. ഞാനിതൊക്കെ അപ്പം ഈ ഒരു ഫേഷ്യൽ ചെയ്യണമെങ്കിൽ എൻ്റെ ഫേസ് എങ്ങനെയാണ് ഇരുന്നത്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ ഫേസ് എങ്ങനെയാണ് ഇരിക്കണത് നിങ്ങൾക്ക് തന്നെ ഇത് കൂടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവണം. നിങ്ങൾക്ക് ഞാനൊരു ഫിൽറ്ററും അതുപോലെ എൻ്റെ ഫേസിൽ ഞാനൊരു മേക്കപ്പ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇത് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ലൈവ് റിസൾട്ട് ആണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാട്ടി തന്നിട്ടുള്ളത്. ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ഫേഷ്യൽ അപ്ലൈ ചെയ്ത ആ ഒരു സ്പോട്ടിൽ തന്നെ നമ്മുടെ ഫേസിൽ നമുക്ക് നല്ലൊരു ചേഞ്ച് ആയിരിക്കും നമ്മുടെ ഫേസിന് ഉണ്ടാവാൻ പോണേ. തന്നെ ഇത് ആ ഒരു ചേഞ്ച് എത്രത്തോളം ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടാ. ഫേഷ്യൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. നമുക്ക് ഒറ്റ വട്ടം തന്നെ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടാൻ പോകണം. നമ്മൾ പാർലറിൽ പോയി ചെയ്യണതിൻ്റെ ആ ഒരു സെയിം റിസൾട്ട് തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു ഫേഷ്യൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകണേട്ടാ. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താ കിട്ടണേന്ന് വെച്ചാൽ അതിനെ കമൻറ്റിൽ ഒന്ന് അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിലായിരിക്കും ടാറ്റാ.